ഈ അഖിൽമാരാർ ഒരു ചാനൽ, ഓൺലൈൻ ചാനലായ മറ്റേ ഹൈദർ അലി എന്ന് പറയുന്ന ആളുടെ ചാനൽ, ഒരു എന്താ പറയുക, സിനിമക്കാരൊക്കെ പുറം നടക്കും, എന്റർടൈൻമെന്റ് പ്രൊമോഷൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ചാനലിൽ പോയിരുന്നുകൊണ്ട് ഗുരുതരമായ ആരോപണങ്ങൾ ഈ ഏഷ്യാനെറ്റിനെ പറ്റിയും ബിഗ് ബോസ് എന്ന ഈ ഷോയെ പറ്റിയൊക്കെ പറഞ്ഞു. അവിടെ പങ്കെടുക്കുന്ന എല്ലാ സ്ത്രീകളും പുരുഷന്മാർക്ക് ഒന്നടങ്കം പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, എല്ലാ വീടുകളിൽ പ്രശ്നം, ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയം എന്നൊക്കെ പറഞ്ഞ പോലത്തെ സംഭവം അങ്ങനെയൊക്കെ ആക്കി മാറ്റിയിട്ട് ഇപ്പൊ ഏകദേശം കുറെ ദിവസമായി, ഒരു 10 ദിവസത്തിന് മേളിലായി കാണും അല്ലേ. അപ്പോ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഈ പറഞ്ഞ ഇതിനൊരു ഫോളോ അപ്പ് ന്യൂസ് ഇല്ല. ഇതെന്തായാ? അതൊക്കെ അങ്ങനെ പറഞ്ഞിട്ടങ്ങ് പോയി. അഖിൽമാരാർ എന്തിനാണ് പറഞ്ഞത്? അഖിൽമാരാറിന് കാശ് കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയാ, നമ്മൾ ഈ ലൈംലൈറ്റ് നിൽക്കാൻ വേണ്ടി ചെയ്തതാണോ? ചോദിക്കുന്നതിനൊക്കെ കണവണ ഉത്തരം, പേര് പറയുന്നില്ല, സ്ഥലം പറയുന്നില്ല. ഇങ്ങനെയുള്ള കളികൾ കളിച്ചതല്ലാതെ ഇതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടായോ? കൂടുതൽ പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി ഒരു സംഭവം ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ ഒരു മനുഷ്യന് പ്രയോജനം ഉണ്ടായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അവിടെ ഇപ്പോഴും അത് നടക്കുമായിരിക്കും. അതൊക്കെ പിന്നെ പെണ്ണുങ്ങൾക്കെല്ലാം നല്ല ചീത്തപ്പേരാ. അവിടെ ഇപ്പൊ കണ്ടസ്റ്റൻസിനെ എല്ലാം നോക്കി കാണുന്ന ഒരു രീതി ഇപ്പൊ പൊതുജനം പലരും കയറിയിട്ട് ഇവളായിരിക്കും മറ്റവന് കൊടുത്തത് എന്നൊക്കെ പറയിക്കുന്ന പരിപാടി അല്ലാതെ ഒന്നും നടന്നിട്ടില്ല. അപ്പൊ ഇതിനകത്ത് മനസ്സിലാകുന്നത് ഈ അഖിൽമാരാർ പറയുന്നതെല്ലാം കള്ളത്തരങ്ങളാണ്. അവൻ മെനഞ്ഞുണ്ടാക്കുന്ന ചില കള്ളത്തരങ്ങൾ, അല്ലെ തെളിവുകൾ വേണം, നമുക്ക് വിശ്വസിക്കേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഇതിന് പുറകെ എന്തെങ്കിലും സംഭവിച്ചേനെ. ഇതൊന്നും ആകുന്നില്ല. അപ്പൊ ചുമ്മാ പറയുന്ന വെറുതെ ഏഷ്യാനെ പറ്റി, അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളെ പറ്റി ഓരോന്ന് പറഞ്ഞിട്ടാണെങ്കിലും പിന്നെ ഇതുപോലത്തെ അളഞ്ഞ പരിപാടിയായിട്ട് കേസിന് പോകാനോ ഒന്നും താല്പര്യവും ഇല്ലായിരിക്കും ചാനലിന്. അതിന്റെ പുറകെ നടക്കുക എന്ന് പറയുന്ന ഒരു തീട്ടത്തി ചവിട്ടി പോലത്തെ അവസ്ഥയല്ലേ, അഖിൽമാരാറിനെ ചവിട്ടി പോലാവും. അപ്പൊ അതുകൊണ്ട് കേസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓൺലൈനിൽ തന്നെ ഇരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കിയതല്ലാതെ ആരും നിയമപരമായിട്ടുള്ള നീക്കങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഇതിപ്പോ ഭാര്യയെ പറ്റി അനാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഏതൊരു സംവിധായം, സീരിയസ് സംവിധായം വന്നിരുന്ന് സംസാരിക്കുന്നതൊക്കെ കേട്ടു. അപ്പൊ അഖിൽമാരാറെ കൂട്ടി കൊടുത്തിട്ടാണ് ഈ ബിഗ് ബോസിന്റെ ഫൈനൽ വരെ എത്തിയത്, അവിടെ നിന്ന് കപ്പടിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം കപ്പടിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അപ്പൊ കൂടുതൽ കൂട്ടി കൊടുക്കേണ്ടി വരും, എല്ലാം കിടന്നു കൊടുക്കേണ്ടി വരും, കുനിഞ്ഞു നിൽക്കേണ്ടി വരും എന്നൊക്കെ പറയുന്ന പോലെ. ഏതാ കാലെ തൊട്ട് നമസ്കരിക്കാൻ കുനിഞ്ഞു നിൽക്കുന്നു, അങ്ങനെയൊക്കെ നിൽക്കേണ്ടി വരും. അപ്പൊ ഒരുപാട് കാല് പിടിക്കുക എന്നൊക്കെ പറഞ്ഞ അതൊക്കെയാണോ അഖിൽമാരാർ എങ്ങനെയാണ് അപ്പൊ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഓരോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അയാളെ നന്ദിക്ക് വിളിച്ചുകൊണ്ടുള്ള എന്തോ ഫോൺ കോൾസ് അങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ കച്ചറ നടന്നിട്ടേ ഉള്ളൂ. എന്നിട്ട് പുള്ളിയോട് ചോദിക്കുമ്പോൾ പുള്ളി പറഞ്ഞു കേസിനൊന്നും ഞങ്ങൾ പോകുന്നില്ല, കാരണം ഇത് ഈ പറഞ്ഞ പോലെ സെപ്റ്റി ടാങ്കിലേക്ക് ചാടുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് സെപ്റ്റി ടാങ്കിൽ ചാടി കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ അവിടെ അങ്ങനെ അഖിൽമാരാർ ഇങ്ങനെ സെപ്റ്റി ടാങ്ക് നിറഞ്ഞിരിക്കുമല്ലേ, അതുകൊണ്ട് വേണ്ട. ഇങ്ങനെയുള്ള കുറച്ച് കച്ചറകളല്ലാതെ ഈ ഒരു സംഭവം കേട്ടിട്ട് വനിതാ കമ്മീഷൻ ഇടപെടുന്നില്ല, വനിതാ സെല്ല് നോക്കുന്നില്ല, മൃഗസംരക്ഷണ വകുപ്പ് പോലും ശ്രദ്ധിക്കുന്നില്ല. പെണ്ണുങ്ങളോട് വേണ്ടേ? ആർക്കും പെണ്ണുങ്ങളൊന്നും വേണ്ടേ? സ്ത്രീകളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയുള്ള സ്ത്രീ സുരക്ഷയും എന്താ പറയണ്ടേ, തൊഴിലിടത്തിലെ സ്ത്രീകളുടെ സുരക്ഷയ്ക്കൊന്നും ഒരു വിലയില്ലല്ലേ. എന്തൊരവസ്ഥയാന്ന് നോക്കിക്കോണേ. ഇങ്ങനെയുള്ള ഓരോ ഗുരുതരമായ ആരോപണങ്ങൾ നടത്തുമ്പോൾ സ്വമേധയാ പോലീസ് അന്വേഷിച്ച് കേസെടുത്ത് അന്വേഷിക്കണം. അങ്ങനെയാണ് വേണ്ടത്. ഒരു സ്ഥലത്ത് കൊലപാതകം നടക്കുന്നു, ഇവിടെ നിന്ന് ഒരാളെ കൊന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലാതെ മാറി എന്ന് അവനവിടെ വെറുതെ ഇരുന്ന് തമാശ പറഞ്ഞാൽ പറയുവാന്ന് നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല. അവിടെ നിരന്തരമായി പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നറിഞ്ഞിട്ട് ഈ പറഞ്ഞ ഒരു വിഭാഗവും, ഇവിടുത്തെ വിമൺ ആക്ടിവിസ്റ്റുകള്, ഫെമിനിസ്റ്റുകള് ആരും ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എന്ത് വിലയാടാ? നീയൊക്കെ പുല്ല് വിലയല്ലോടാ കൊടുത്തേക്കുന്നത്. 11 മണിക്ക് രാത്രിയിലൊക്കെ വന്ന് ഇന്റർവ്യൂ കണ്ടോണ്ടിരുന്നിട്ട് മയിലേ നീയൊക്കെ പുല്ല് വിലയല്ലേടാ ഈ അഖിൽമാരാറിന് കൊടുത്തത്. ഇവനൊരു പാഴാണെന്ന് എല്ലാവർക്കും അറിയാം, മനസ്സിലായി. ഇതേപോലത്തെ ഒരു ആരോപണം വേറെ ആരെങ്കിലും പറയുന്നെങ്കിൽ ചിലപ്പോൾ അന്വേഷണം ആ നീക്കങ്ങളൊക്കെ നടക്കും. ഇതിപ്പോ വേറെ ആൾക്കാരുണ്ട് ഇതേ നിലവാരമുള്ളവർ. അപ്പൊ ഇവരെ പോലുള്ളവരൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതത്രേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോ ഇതിന്റെയൊക്കെ പോലെ എന്ത് കേസ് കേട്ട് വന്നാലും ഏതൊരു ഓൺലൈൻ മീഡിയ ആവട്ടെ, മെയിൻ മീഡിയ ആവട്ടെ, ഞാൻ ഇതുവരെ എന്തെങ്കിലും കേസുമായിട്ട് ഇതുപോലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഇടപെട്ടാൽ അവർ ആദ്യം ചോദിക്കുന്ന FIR ഇട്ടിട്ട് FIR കോപ്പി അയച്ചു തരാൻ പറയും, എന്നിട്ടേ അവരിത് വാർത്തയാക്കത്തുള്ളൂ. പക്ഷെ ഹൈദർ ഒരു മഞ്ഞപ്പത്രമായതുകൊണ്ട് മഞ്ഞപ്പരിപാടി കാണിച്ചതേ ഉള്ളൂ, അല്ലാതെ ഇതിന് FIR ഇല്ല, ഒന്നുമില്ല. ആരോപണം എന്ന് പറയുന്ന രീതിയിൽ ഒരു മഞ്ഞ പരിപാടി, അത് മഞ്ഞ ആയതുകൊണ്ടാണ് മറ്റു ചാനലുകൾ എടുക്കാത്തത്, അല്ലാതെ ഏഷ്യാനെറ്റ് പേടിച്ചിട്ടൊന്നുമല്ല. ഇതൊരു കേസ് കൊടുത്താൽ ഏഷ്യാനെറ്റ് അല്ല, ഇതിനപ്പുറത്തവന്റെ നേരെ സാധനം വാർത്തകൾ ചെയ്യാനോ ഒന്നും മടിയുള്ളവരൊന്നും അല്ല മറ്റു ചാനലുകൾ ആരും. വളരെ ഭയങ്കര ഗംഭീര വാർത്തയായിട്ട് മാറിയത്. ആ പെൺകുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നതോടുകൂടി ഇവിടെ പിന്നെ ഇവിടെ നടക്കാൻ പോകുന്ന അംഗം ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ.
എന്നൊക്കെ പറയുന്ന പോലെ മമ്മൂട്ടി കമ്പനി മറ്റേ കോപ്പി റൈറ്റ് അടിച്ചിട്ടില്ലേ, അയ്യോ ഗതികെട്ട മമ്മൂട്ടി കമ്പനി എന്ന് കേൾക്കുമ്പോഴേ ഇപ്പൊ ചിരിയാ. 73 വയസ്സുകാരന്റെ കോണ. അപ്പോ എന്താണെങ്കിലും അഖിൽമാരാറിന് ആ ഒരു പുല്ലുവില എല്ലാരും കൊടുത്തിട്ടുള്ളൂ. ഇവനിങ്ങനെ ചുമ്മാ പറഞ്ഞ് നടക്കുന്നൊരു വാണം എന്നൊക്കെയുള്ള രീതിയിലാണ് കണ്ടേക്കുന്നത്. ഇവന്റെ നാട്ടുകാരും അതൊക്കെയാ പറയുന്നത്. അവിടുത്തെ ഒരു വെറും വിലയില്ലാത്തവൻ തന്നെയാണ് ഇപ്പോഴും. പിന്നെ ഈ പറഞ്ഞ പരിപാടിക്കൊക്കെ പോയി കുറച്ച് പൈസ കിട്ടിയപ്പോൾ EMI ഡൗൺ പേയ്മെന്റ് ഇട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിന് EMI അടയ്ക്കാൻ വേണ്ടി അത്രപാട് വിടുന്നതായി കാണുന്നത്. പിന്നെ പലരും ഈ പറഞ്ഞ പോലെ വലിയ പരിചയമില്ലാത്തവർ പെട്ടെന്ന് കണ്ടിട്ട് എന്തോ തോന്നിയവര് പിന്നെ അടുത്തുകൂടി ചുമ്മാ കമ്പനി അടിച്ചിരുന്ന സമയത്തൊക്കെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെയെന്ന് പറഞ്ഞവരെല്ലാം വലിഞ്ഞ് ഇതോടുകൂടി കൂടുതൽ പേര് അകലത്തേ ഉള്ളൂ. കാരണം ഇവനോട് എന്തെങ്കിലും പറയുകയോ അല്ലെ ഇവനെ എവിടെയെങ്കിലും അടുപ്പിക്കുകയോ ചെയ്താൽ അതൊരു പ്രശ്നം ഉണ്ടാവും. കാരണം സാവുമോൻ എന്തോ ഒന്ന് വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അത് വിളിച്ച് മീഡിയയിൽ പറഞ്ഞു. അതുപോലെ തന്നെ ആവശ്യമില്ലാത്തതൊക്കെ ഓരോരുത്തർ ചാനലിലേക്ക് കയറ്റി ഒരു പരിപാടിക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഏഷ്യാനെറ്റ് അത് തന്നെ വേണം കേട്ടോ. ബിഗ് ബോസിന്റെ ഇവനെയൊക്കെ വിന്നറാക്കി ഇറക്കണമെന്നുണ്ടെങ്കിൽ വലിയ പാടാവുന്ന അത് കണ്ടസ്റ്റൻസിനെ അതുപോലെയൊക്കെ സെലക്ട് ചെയ്താൽ അഖിൽമാരാറിനെയൊക്കെ കൊള്ളാവുന്ന എവിടെയെങ്കിലും കൊണ്ടിരുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തീരാവുന്ന കേസേ ഉള്ളൂ. അതൊക്കെ നമുക്ക് അഖിലിന്റെ മൊത്തത്തിലുള്ള പരിപാടി കാണുമ്പോൾ അറിയാം ഏതാണ് അവന്റെ നിലവാരമെന്നും എവിടെയൊക്കെ ചെന്നിരുന്നാൽ സംസാരിച്ചാൽ പിടിച്ചു നിൽക്കുമെന്നൊക്കെ ഉള്ളത് കണ്ടാൽ മനസ്സിലാവുമല്ലോ അല്ലേ. അപ്പൊ അതിനകത്തൊന്ന് ഇവനെ വിന്നറാക്കി ഇറക്കി വിടുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ കേൾക്കേണ്ടി വരും. പിന്നെ ഇതുപോലത്തെ തീട്ടങ്ങളാ മൊത്തം അതിനകത്ത് വന്നതും പോയതും ഒക്കെ. അപ്പൊ അങ്ങനെ ഒരു വിശ്വസിക്കാൻ കൊള്ളാത്തവനുമാണ്, കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളാത്തവനാണെന്നെല്ലാം ഇങ്ങനെ ഓരോ ഇൻസിഡന്റിൽ മനസ്സിലായിക്കൊണ്ടിരിക്കും ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് ഇനി ഇത്തരം വിഷയങ്ങൾ അല്ലെ ഇതുപോലത്തെ കച്ചറ പിടിക്കൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇവനെയൊക്കെ ഇനി പ്രതീക്ഷിക്കേണ്ട കാര്യമുള്ളൂ. ഇത് ഒന്നാമത്തേന് വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോയി. പക്ഷെ അടുത്ത പ്രാവശ്യം ഇനി അഖിൽമാരാർ ഇതുപോലത്തെ ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊരു കേസും വരും. ഇപ്പൊ വന്നേക്കുന്ന കേസ് പോലെയല്ല, അഖിൽമാരാറിന് ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ വരും. സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസാ പറയുന്നത്. അതുകൊണ്ട് എന്നിട്ട് ചുമ്മാ സമയം കളയുക, ചിരിക്കുക, കളിയാക്കുക, ഭയങ്കര വീരനാണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വീരൻ ഈ പീഡിപ്പിച്ചവന് നേരെ ഒരു തെറി പോലും വിളിച്ചിട്ടില്ല. ആരാന്ന് പേര് പറയണ്ട, അവരൊരു 4 അന്തൊക്കെങ്കിലും വിളിക്കും, മറ്റേ കഴിവറ മോനെ എന്നൊക്കെ അജിനെയൊക്കെ വിളിച്ച പോലെങ്കിലും വിളിക്കുക ഒരു സമാധാനത്തിന്. അതുപോലും ചെയ്യാൻ പേടിച്ചിരിക്കുന്നവനേവൻ. എന്നിട്ട് ഭയങ്കര ഭീരുവാണ്, ഞാൻ അങ്ങനെ ഇടപെടുന്നവനാണെന്ന് സ്വയം പറയും. ഞാൻ മാന്യനാന്ന് പറയുന്ന പോലെ സ്വയം ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ നല്ല മാന്യനല്ലേ, എന്നെ കണ്ട മാന്യനെന്ന് പറയത്തില്ലേ എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ ഭയങ്കര ധൈര്യശാലിയാണ്, ഞാൻ ഭയങ്കര സംഭവമാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനാന്ന് എനിക്കറിയത്തില്ല, എല്ലാവരും അറിയിക്കുന്നതാണെന്ന് തോന്നുന്നു അവൻ ഭയങ്കര ധീരനാണെന്ന്. ഞാനിങ്ങനെ സാമൂഹ്യ വിഷയങ്ങളൊക്കെ ഇടപെടുന്ന ആളാണ്. എന്നിട്ട് ഇടപെട്ടിട്ട് എന്തായി? അറ്റ്ലീസ്റ്റ് ഒരു പത്രസമ്മേളനം വിളിക്കാൻ പറ്റുമായിരുന്നോ? അതിനും ഒരു പ്രശ്നമുണ്ട്. അവിടെയും മീഡിയക്കാർ വന്നാൽ ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിന് തെളിവുമില്ല, ഒന്നുമില്ല, കേസില്ല, ഒന്നുമില്ല. ചുമ്മാ ഇവന് തോന്നിയ പോലെ രാവിലെ എഴുന്നേറ്റ് പറയുന്നു, ആരാണ്ട് എന്തോ മെസ്സേജ് അയച്ചെന്ന് പറയുന്നു. അവരും കുറച്ച് ദിവസം കഴിയുമ്പോൾ തള്ളി പറയും. ഇവൻ കൊണ്ട് കേസ് കൊടുക്കാൻ നോക്കിയാൽ പോലും നടക്കത്തില്ല. അവർ പറയും ആദ്യം ഞങ്ങൾ എനിക്ക് തെറ്റിപ്പോയതാന്നൊക്കെ പറഞ്ഞാൽ അവർ ഒഴിവാകും. അഖിൽമാരാറിനോടൊന്നും ആരും നിൽക്കത്തൊന്നുമില്ല. പിന്നെ ഈ ഊച്ചാളികൾ കുറെ കമ്പനിക്കാരൊക്കെ ഇപ്പൊ വന്ന് കാണും. ഇവന് ഇതിനകത്ത് കുറച്ച് പൈസയൊക്കെ ഉണ്ടെന്ന് തോന്നിയിട്ട് വലിയൊരു അടുത്തുകൂടി ഇവരൊക്കെ കാണത്തുള്ളൂ. അല്ല അഖിൽ നല്ല കൂട്ടുകാരൊന്നും ഇല്ല. എന്നുവെച്ചാൽ കൊള്ളാവുന്നവരില്ല അല്ലേ, അവൻ ഇങ്ങനെ ആകത്തില്ലല്ലോ. കൊള്ളാവുന്നൊരു സർക്കിളിൽ പോലും ഇരുന്ന് കാണത്തില്ല. അത് അതിന്റെ ഒരു കുഴപ്പമുണ്ട് അവന്. അതൊക്കെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം തീരെ ഒരു ഇങ്ങനത്തെ തരം താന്ന ആൾക്കാരെ അധികം ഒന്നും ആൾക്കാർ എന്റർടൈൻ ചെയ്യത്തില്ല. 1-2 പ്രാവശ്യം കണ്ട് മിണ്ടി കഴിയുമ്പോൾ മനസ്സിലാവുമല്ലോ ഒരുത്തിന്റെ നിലവാരം എന്താണ്, ഇയാളെ കൊണ്ട് എന്തൊക്കെ പറ്റും. നമ്മളാണേലും അങ്ങനെയല്ലേ ചെയ്യുന്നത്. അതുപോലെ ഒഴിവാക്കപ്പെട്ട് ഒറ്റപ്പെട്ട് ഒരു പരുവാവും ഉടൻ തന്നെ. കുറച്ച് നാളേ ഉള്ളൂ ഈ സാധനം. ഇത് അഖിലിന്റെ തീരുവ. അഖിലിനി ഒരു 6 മാസം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അഖില് കട്ടയം പടവും മടക്കി ആ ഫ്ലാറ്റൊക്കെ വിറ്റ് വണ്ടിയും വിറ്റ് എവിടെയെങ്കിലും ഊമ്പി ഇരിക്കുന്നതാണ്. ഒരു സംശയവും വേണ്ട. എല്ലാം നോക്കിക്കോ.